നമുക്കിന്ന് വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ടൊരു കോളിഫ്ലവർ ഫ്രൈ റെഡിയാക്കാം. ഇത് കോളിഫ്ലവർ ഫ്രൈ എന്നോ ഗോബി ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇത് നമ്മൾ എഗ്ഗില്ലാണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻസിനും സ്യൂട്ടബിളാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്കുമാണ്, ഒരു സൈഡ് ഡിഷും ആയിട്ട് കൊടുക്കാം. എൻ്റെ മോൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി വെച്ച സംഭവം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും. അതുകൊണ്ട് തന്നെ ഇത് നേരാവണ്ണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. അപ്പം നമുക്കിതിൻ്റെ പരിപാടികൾ തുടങ്ങാം. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്യുക. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഈ സംഭവം ഒരൊറ്റ മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. സംഭവം സെറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിളച്ചതിന് ശേഷം ഇത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഊറ്റി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഇടേണ്ടത് ഉപ്പ്, മുളക് പൊടി, മസാലപ്പൊടി, മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ, ഗാർലിക് പൗഡർ. ഇത്രയും നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇടുക. നമുക്ക് മസാല പൗഡർ എന്ന് പറയുന്നത് ഗരം മസാല പൗഡറോ നിങ്ങൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മസാല പൗഡറോ അതല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡറോ ഇടാം. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ചിക്കൻ മസാല പൗഡറാണ്. അഥവാ നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിന് പകരമായിട്ട് വെളുത്തുള്ളി ചതച്ചതോ അതല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ചതോ യൂസ് ചെയ്യാം. ഗാർലിക് പൗഡറാണ് നമ്മൾ ഇടണമെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനം കൂടി ആഡ് ചെയ്യാം. അതായത് നമുക്കിതിലോട്ട് കുറച്ച് ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സാക്കി കഴിഞ്ഞിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എങ്ങാനും ഈ മിക്സിൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഒരു പാൻ എടുക്കുക, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഈ മിക്സ് അതിലിട്ടിട്ട് വറുത്തെടുക്കുക. ഓവറായിട്ട് മുരിച്ചെടുക്കണ്ട, ആവശ്യത്തിന് മുരുവിൽ അങ്ങോട്ട് വറുത്തെടുക്കുക. പിന്നെ ഇത് വറുക്കുന്നതിൻ്റെ കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേപ്പില ഇടാം. ഇതിൽ വേപ്പില ഇടുന്നത് മക്കൾക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വേപ്പില ഇട്ടിട്ടില്ല. ഇനി കോളിഫ്ലവർ വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇടുക. സംഭവം സെറ്റായിട്ടുണ്ട്. അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.